പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്ത് പലതരത്തിലുള്ള ദൈവവിശ്വാസങ്ങളും പല രീതിയിലുള്ള ദൈവബോധ്യങ്ങളുമുണ്ട്. ഓരോ സംസ്കാരത്തിലും ഓരോ സമയത്തും ദൈവം പലർക്കും പല രീതിയിലാണ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വ്യത്യാസം നമ്മൾ കാണുന്നത്. ക്രിസ്ത്യാനികളായ നമുക്ക് നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള ദൈവവിശ്വാസവും ബോധ്യവുമൊക്കെയുണ്ട്. ദൈവം ത്രിഏകമാണെന്നുള്ള വലിയ ഒരു ചിന്ത. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ദൈവസങ്കല്പം. കാരണം അതുവരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ബൈബിളിന് മുമ്പുണ്ടായിരുന്ന ദൈവസങ്കല്പങ്ങൾ അങ്ങനെയായിരുന്നു. ഒത്തിരി ശക്തിയുള്ള, പരസ്പരം കലഹിക്കുന്ന, പരസ്പരം തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചിരുന്ന ദൈവങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് ക്രിസ്തു മതവും ക്രിസ്തീയ ദൈവ സങ്കല്പവും ഒക്കെ ഉടലെടുക്കുന്നത്. ദൈവം പിതാവാണെന്ന്, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചെന്നും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നുവെന്നുള്ള വലിയ വിശാലമായിട്ടുള്ള സങ്കല്പം. 3 വ്യക്തികൾ ചേരുന്ന ദൈവം, 3 വ്യക്തികളുടെ അവിശ്വസനീയമായിട്ടുള്ള ഐക്യം. ഈ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ശക്തമായിട്ടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ ഐക്യം ഉടലെടുത്തിരിക്കുന്നത്. ഈ ഒരു ദൈവസങ്കല്പം അക്കാലത്ത് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിരുന്നു. നമ്മളൊക്കെ പഴയ കാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവോ എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഓരോരുത്തരും അവനവൻ്റെ ദൈവത്തിനു വേണ്ടി പൊരുതുന്ന ഒരു കാലഘട്ടം. എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ മറ്റു വിശ്വാസിക്ക് ജീവിക്കുവാനായിട്ട് അവകാശമില്ല എന്നുള്ള ചിന്താരീതി. ഇതൊക്കെ ദൈവത്തിൻ്റെ നന്മയ്ക്കും വലിപ്പത്തിനുമൊക്കെ കളങ്കം ചാർത്തുന്ന വിശ്വാസത്തിൻ്റെ പ്രവണതകളാണ്. അതെ, മതം ഇന്ന് പലർക്കും ഒരു ഉപകരണമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റുള്ളവനെ ഇല്ലായ്മ ചെയ്യുവാൻ, മറ്റുള്ളവനെ അടിച്ചമർത്തുവാൻ. ഈ ഒരു സാഹചര്യത്തിൽ പലരും ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ദൈവമുണ്ടോ? അവനവൻ്റെ അനുയായികളെ മാത്രം സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ വെറുക്കുന്ന, അവരെ ഇല്ലാതാക്കുന്ന ഒരു ദൈവമുണ്ടോ? അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അത് എന്തൊരു ദൈവമാണ്? പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല താഴ്ത്തേണ്ടി വരുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്നേഹത്തിൽ അടിയുറച്ച, മാനുഷികതയിൽ അടിയുറച്ച ഒരു ദൈവവിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദൈവവും ശക്തനാണ്. പക്ഷേ ഈ ദൈവത്തിലെ വ്യക്തികൾ പരസ്പരം കലഹിക്കുന്നില്ല. അവർ ഈ അക്രമത്തിനും കലഹത്തിനും വേണ്ടി നിൽക്കുന്നതല്ല. നേരെ മറിച്ച് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തമായിട്ടുള്ള പ്രതിബിംബമാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ദൈവം. പിതാവായ ദൈവം സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു, ജീവനെ സൂചിപ്പിക്കുന്നു. മനുഷ്യനായ ദൈവപുത്രൻ, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരെ കൂടുതൽ അനുഭവവേദ്യമാക്കി തീർക്കുന്നു. അവൻ്റെ വചനത്തിലൂടെ, അവൻ മനുഷ്യനു വേണ്ടി ചെയ്ത അത്ഭുതങ്ങളിലൂടെ. പരിശുദ്ധാത്മാവായ ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രവൃത്തി ലോകത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നു. ഇവർ ഒരുപോലെ പറയുന്നു, എല്ലാം ഉടലെടുക്കുന്നത് ഈ ഐക്യത്തിൽ നിന്ന്. ഈ ഐക്യമില്ലാതെ സ്നേഹമോ സമാധാനമോ സന്തോഷമോ നമുക്ക് അനുഭവിക്കുവാനാകില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള ദൈവസങ്കല്പം ഇന്ന് നമ്മുടെ ലോകത്തിന് ആവശ്യമാണ്. മതം എന്നുള്ളത് നമ്മുടെ ബന്ധങ്ങളെ ദൈവവുമായിട്ടുള്ള, മനുഷ്യനുമായിട്ടുള്ള, പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങളെ ശക്തമാക്കാനായിട്ടുള്ള ഒരു വഴിയാണ്. നമ്മിലെ നന്മകൾ വളർത്തുവാനായിട്ടുള്ള വഴിയാണ്. സമാധാനവും സന്തോഷവും ഈ ലോകത്തിൽ നേടുവാനും നൽകുവാനുമായിട്ടുള്ള വഴിയാണ്. ത്രിയേക ദൈവത്തിലുള്ള ഈ വിശ്വാസം നമ്മെ അതിന് ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ശക്തമായിട്ടുള്ള നന്മയിൽ അടിയുറച്ച വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയൊരു സുന്ദരമായിട്ടുള്ള ദൈവസങ്കല്പം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നന്മയുടെ പർദീസ, ദൈവരാജ്യം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ,
ഈ ശക്തമായിട്ടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് പറയാം, മനുഷ്യന് ജീവൻ നൽകുന്ന, മനുഷ്യനെ രക്ഷിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ഈ ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്രകാരം നന്മയുടെ സുന്ദരമായിട്ടുള്ള ദൈവസങ്കല്പം ജീവിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിന് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.